നിർമ്മാണ തകരാർ കാരണം കാറിന്റെ എഞ്ചിൻ പൊട്ടിത്തെറിച്ചു എന്ന പരാതിയിൽ കാർ സൗജന്യമായി നന്നാക്കി കൊടുക്കണമെന്ന് വിധി വന്നിരിക്കുന്നു. പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഈ ഉത്തരവ്. ടൊയോട്ട കമ്പനിക്കെതിരെയാണ് വിധി വന്നത്. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ 9 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും നൽകണമെന്നും കമ്മീഷൻ വിധിച്ചു. വിമുക്ത ഭടനായ രതീഷിന്റെ പരാതിയിലാണ് ഈ കോടതി ഉത്തരവ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2018 ജനുവരിയിൽ എടുത്ത വണ്ടി യാത്രയുടെ ഇടയിൽ വെച്ചിട്ട് എഞ്ചിൻ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ലാസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഒരു 1500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അവിടെ കൊടുത്തപ്പോഴേ വെഹിക്കിൾ വാറന്റി ടോട്ടലി 3 വർഷമേ ഉള്ളൂ, അത് കാണാൻ മറ്റേ എക്സ്റ്റൻഷൻ എടുക്കാത്തതുകൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. അത് 6 മാസം ഡിസ്കസ് ചെയ്തവരായിട്ട്. അപ്പൊ അവര് ഒന്നിനും തയ്യാറല്ല, ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. റീസർബൈസ് ചെയ്ത് വണ്ടി തിരിച്ചു കൊടുക്കണം നല്ല കണ്ടീഷനിൽ. മൊത്തം 9 ലക്ഷം രൂപയാണ്. വണ്ടി ശരിയാക്കി തരുന്നില്ലെങ്കിൽ 9 ലക്ഷം അതിന്റെ പലിശ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്തെ, വിശദാംശങ്ങൾ പറയൂ. SKN ടൊയോട്ടയുടെ എറ്റിയോസ് കാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാറ് 2022 മെയ് മാസത്തിലാണ് ഒരു യാത്രക്കിടെ കോഴിക്കോട് നാദാപുരത്ത് വെച്ച് കത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ ആളുകളെല്ലാം, ഈ രതീഷും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും തന്നെ പെട്ടെന്ന് ഓടി മാറിയതിനാലാണ് വൻ അപകടം ഒഴിവായത്. അപ്പോൾ തന്നെ അവിടുത്തെ ടൊയോട്ടയുടെ ഷോറൂമുമായി ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്ന എഞ്ചിന്റെ തകരാറാണ്, അത് വാറണ്ടി എല്ലാം തീർന്നു പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു മറുപടിയായിരുന്നു നൽകിയിരുന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള സർവീസുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവസാന സർവീസ് കഴിഞ്ഞ് കേവലം 1500 കിലോമീറ്റർ മാത്രമേ രതീഷ് ഈ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും വീണ്ടും ഒരു 6 മാസം സംസാരിച്ചു. പക്ഷേ 3,72,000 രൂപ വേണം ഈ കാർ നന്നാക്കി എടുക്കാൻ, എഞ്ചിൻ തകരാർ പരിഹരിക്കാനെന്ന് രതീഷിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോഴാണ് രതീഷ് പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതി അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. ആ കമ്മീഷനാണ് ഏറ്റവും ഒടുവിലൊരു വിധി, സുപ്രധാനമായൊരു വിധി വിധിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ തകരാറാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി. കാറിന്റെ നിർമ്മാണ തകരാറുണ്ട്, അത് പരിഹരിക്കണം. അത് സൗജന്യ നിരക്കിൽ പരിഹരിച്ച് കൃത്യമായ രീതിയിൽ കാർ രതീഷിന് നൽകണം. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് കോടതി ചെലവടക്കം 9 ലക്ഷം രൂപയും പലിശയും നൽകണമെന്ന നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ ടൊയോട്ടയ്ക്കെതിരെ നൽകിയിരിക്കുന്നത്. എന്തായാലും രതീഷ് പറയുന്നത് ഈ ഉത്തരവ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാനാണ് നീങ്ങുന്നത്. ടൊയോട്ട ഒരുപക്ഷെ അപ്പീലിന് പോയേക്കാം, അവർക്ക് ഉപഭോക്താക്കളുടെ കോടതിയിൽ തന്നെ ഒരുപക്ഷെ അപ്പീലിന് പോയേക്കാം. പക്ഷേ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. താൻ ഒരു വിമുക്ത ഭടനാണ്, തനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്, സമയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ വിധി നടപ്പാക്കണമെന്ന ഒരാവശ്യം, ഒന്നുകിൽ കാറ് അല്ലെങ്കിൽ 9 ലക്ഷം രൂപയും പലിശയും. ഇതാണ് രതീഷിന്റെ ഒരു നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.